إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. يا عبادي لا خوف عليكم اليوم ولا أنتم تحزنون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ച് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സതുപദേശങ്ങൾ എന്നത് എക്കാലത്തും നമ്മുടെ ജീവിതത്തിൽ നിഴല് പോലെ ഉള്ളവയാണ്. പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഉപദേശങ്ങൾ, മൗഇളത്തുകൾ, അതവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത ആളുകളാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മോട് ഗുണകാംക്ഷയുള്ള ഏതൊരു വ്യക്തിയും, നമ്മോട് സ്നേഹമുള്ള ഏതൊരു വ്യക്തിയും നമ്മോട് പറയുന്ന പല കാര്യങ്ങളും, നമ്മെ ഉപദേശിക്കുന്നതായ ഏത് നല്ല കാര്യങ്ങളും അത് ഉൾക്കൊള്ളുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്ന ആളുകളാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് ഗുണകാംക്ഷയുള്ള ആളുകൾ മാത്രമാണ് നല്ലതാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചീത്തയായ കാര്യങ്ങളിലേക്ക് പോകുന്നതാകട്ടെ, നല്ലതായ കാര്യങ്ങളോ നമ്മളെ ഉണർത്തും. മോശപ്പെട്ട കാര്യങ്ങളാണിൽ നിന്ന് അതിൽ നിന്ന് വിലക്കുകയും ചെയ്യും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകരെല്ലാം ഈ രൂപത്തിൽ നമ്മളോട് സ്നേഹമുള്ള ആളുകളാണ്. മക്കൾക്ക് നൽകുന്ന മാതാപിതാക്കളുടെ ഉപദേശം
അത് ചിലപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാകാം, സ്നേഹത്തിലുമാകാം. ഒരു അധ്യാപകന്റെ ഉപദേശം എന്നത് അത് സ്നേഹരൂപത്തിലുള്ളതുമാകാം, അതുപോലെ തന്നെ ദേഷ്യരൂപത്തിലുള്ളതുമാകാം. ഏതായാലും നമ്മളോട് നമുക്ക് ഗുണം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളായിരിക്കും ഈ ആളുകൾ എന്ന കാര്യത്തിൽ യാതൊരു നിലക്കും നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തി. പല ആളുകളും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാടിനോട് വാഗ്ദാനങ്ങൾ നൽകി, നമ്മളോട് പല കാര്യങ്ങളും ഗുണകാംക്ഷയോടുകൂടി നൽകിയ വാഗ്ദാനങ്ങൾ, അവർ നൽകിയ വാഗ്ദാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ രേഖപ്പെടുത്തുക. നമ്മൾ അയാളോട് അയാൾ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ്, ആൾ വന്നു കഴിഞ്ഞാൽ അയാൾ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പല ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്തിയത്. അല്ലെ, മാനുഷികമായി ഒരു മനുഷ്യന്റെ അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അവന്റെ നല്ലതിനനുസരിച്ച് പല വാഗ്ദാനങ്ങളും നൽകുന്ന ആളുകളോട് നമുക്കൊരു ചായ്വ് ഉണ്ടാകുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്, വിശ്വാസികളോട് അതിയായ സ്നേഹമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന സതുപദേശങ്ങൾ എന്നത് മൗഇളത്തുൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകൾക്കുള്ള വഅലാണ്, ഉപദേശങ്ങളാണ്. ആ വഅൽ സ്വീകരിക്കുക വഴി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിപ്പോവുകയില്ല. 100ൽ 100 മാർക്കും, 100ൽ 100% ഗുണം ചെയ്യുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ഏതൊരു വചനം എടുത്തു നോക്കിയാലും നമുക്ക് ബോധ്യപ്പെട്ട് കിടക്കുന്നു. ഞാൻ ആമുഖമായി ഓതിയ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലഹില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്വ്. ചില സൗഹൃദങ്ങളുണ്ട്, ചില കൂട്ടുകാരുണ്ട്, അല്ലെ, നമ്മൾ ഖലീലുകളായി, നമുക്ക് ഇഷ്ടപ്പെട്ടവരായി നമ്മൾ സ്വീകരിക്കുന്ന സൗഹൃദങ്ങൾ എന്നത് അല്ലഹില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്വുൻ, ശത്രുക്കളായി വരുമെന്ന്. നമുക്ക് ഓപ്പോസിറ്റായി നാളെ പരലോകത്ത് വരുന്ന ആളുകൾ നാളെ പരലോകത്തുണ്ടാകുമെന്നാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഖലീൽ എന്നത്. കൂട്ടുകാരൻ എന്നതിന് അറബിയിൽ പ്രയോഗിക്കുന്ന നല്ലൊരു വാചകമാണ് ഖലീൽ. നമുക്ക് അത്രയും സ്നേഹബന്ധമുള്ള നമ്മുടെ സൗഹൃദങ്ങൾ, അതിനെയാണ് അല്ലാഹു ജംഅ് ചെയ്തുകൊണ്ട് ബഹുവചനമാക്കിക്കൊണ്ട് അൽ-അഖില്ല എന്ന് ഉപയോഗിച്ചത്. അൽ-അഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്വുൻ, ശത്രുക്കളായി വരുമെന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ ഒഴികെ. ഇപ്പൊ ദുനിയാവിൽ ഖലീലായി നമ്മൾ സ്വീകരിക്കുന്നവർ, നമ്മുടെ ഉറ്റ ചങ്ങാതിമാരായി നമ്മൾ സ്വീകരിക്കുന്നവർ, പരലോകത്ത് നമുക്ക് എതിരായി, നമുക്ക് ഓപ്പോസിറ്റായി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തെ ഗൗരവമായി കാണണം. ആരൊഴികെ? ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഒഴികെ എന്ന്. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അവിടെ ഈ ഖലീൽ എന്ന പ്രയോഗം നമുക്ക് കാണാം. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു. അള്ളാഹു ഉറ്റ ചങ്ങാതിയായി പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കർമ്മനിരതമായ ജീവിതം, അദ്ദേഹത്തിന് അള്ളാഹുവുമായുള്ള കടപ്പാടുകളെല്ലാം മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിച്ചു എന്നാണ്. ഇബ്രാഹിം നബിയെ അള്ളാഹു സുഹൃത്താണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദറജ എത്രയാ, അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രയാണ്, നമ്മളെവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ തഖ്വയുള്ളവർ തമ്മിൽ ഉള്ള സൗഹൃദം എന്നത് പ്രിയമുള്ളവരെ അത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന്. ഇല്ലൽ മുത്തഖീൻ എന്ന് പറഞ്ഞത് അതാണ്. ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്നയാളാകണം എന്റെ സുഹൃത്ത്, നമ്മുടെ സുഹൃത്തുക്കൾ. പരലോകത്ത് നമുക്ക് ശത്രുവായി വരാൻ പാടില്ല എന്നാണ്. നമ്മുടെ ചങ്ങാതിമാർ എന്നത് നാം കരുതലോടുകൂടി സൂക്ഷിക്കേണ്ട ഏറ്റവും നല്ലൊരു ധനമായിട്ടാണ്, ഏറ്റവും നല്ല ഒരു സംവിധാനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ദുനിയാവിൽ ഒരു ചെറുപ്പക്കാരനെ വിവാഹം അന്വേഷിക്കുന്നു എന്ന് കരുതുക, അല്ലെ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കാൻ വരുമ്പോ ആദ്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉണ്ടാവുക അയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവൻ പഠിച്ചത് എവിടെയാണ്, അവന്റെ കൂട്ടുകാരാരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുമ്പോൾ, സഹോദരിമാർക്ക് വേണ്ടി വിവാഹാലോചന നടത്തുമ്പോൾ, അല്ലെ, സഹോദരങ്ങൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്,
അവരുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്, ആരുമായിട്ടൊക്കെയാണ് സഹകരിക്കുന്നത് എന്നറിയുന്നിടത്ത് സൗഹൃദത്തിനേറെ പ്രാധാന്യമുണ്ടാകും. അല്ലെ, അവന്റെ ചങ്ങാതി ഇന്നയാളാണെന്നറിയുമ്പോൾ ഇന്ന നല്ല മനുഷ്യരുമായിട്ടാണ് അവന് ബന്ധമുള്ളത് എന്നറിയുമ്പോൾ കൊള്ളാമായിരിക്കും എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ ഉയരുന്നത് എപ്പോഴാണ്? അവന്റെ നല്ല ചങ്ങാതിയെ കണ്ടിട്ടാണ്, നല്ലൊരു ബന്ധുവായി അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ കണ്ടിട്ടാണ്. ഇനി മോശപ്പെട്ട ഒരു കൂട്ടായ്മയിലാണ് ആ മനുഷ്യനുള്ളതെങ്കിലോ നമ്മൾ പറയും ആ ബന്ധം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ യുവാവിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയൂ. അയാളെ കുറിച്ച് കൂടുതൽ പഠിച്ചാലേ നമുക്ക് മനസ്സിലാകൂ. കാരണം അയാൾ ആപ്റ്റല്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് മാറിപ്പോകുന്ന ഒരവസ്ഥയിൽ സുഹൃത്തുക്കൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരന്റെ ദീനിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്ന്. അതുകൊണ്ട് മോശപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സൂക്ഷിക്കണം. സുഹൃത്തിന്റെ സ്ഥാനം എന്നത് അതിപ്രധാനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുക. അപ്പോ നമ്മൾ സുഹൃത്തിനെ നിശ്ചയിക്കുന്നിടത്ത്, സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട വിഷയമായിട്ട് അള്ളാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചു. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അത്രത്തോളം ഉയർന്നവരായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മാന്യതയും അയാളുടെ സ്വഭാവവും എല്ലാം നമ്മളിലേക്ക് കടന്നു വരും. അല്ലെ, ചില കൂട്ടുകാരോടും അതുപോലെ തന്നെ കൂട്ടായ്മകളോടും ഒക്കെ ഉള്ള ബന്ധം കാണുമ്പോൾ നമ്മുടെ ഭാര്യമാര് തന്നെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അല്ലെ, എന്താ പറയല്, നമ്മൾ നല്ല ബന്ധങ്ങൾ, നല്ല ഇരുത്തങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങളുമായി ഇങ്ങനെ സഹകരിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെ, നല്ല മീറ്റിങ്ങുകൾ, അതിനുവേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നു, അവരുമായി കൂടിയാലോചിക്കുന്നു, ഷൂറകളിൽ പങ്കെടുക്കുന്നു. അപ്പൊ നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മളോടൊക്കെ തമാശയിൽ പോലും ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണെന്ത്, നിങ്ങൾ ഭാര്യയെക്കാളേറെ അവർക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണോ സംഘടനയെന്ന്, അല്ലെങ്കിൽ ഈ സംവിധാനമെന്ന് ചോദിക്കുന്ന ആളുകൾ വരെ ചില സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ. കാരണം എന്താണ്? സൗഹൃദങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഇപ്പൊ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഇത്തരം സംസാരങ്ങൾ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് പോലും വരണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അത്ര കണ്ട് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഇനി മോശപ്പെട്ട ഒരു കൂട്ടത്തിലാണെങ്കിലോ ഭാര്യ പറയും, അവരുമായി ഉള്ള ബന്ധം നിങ്ങൾ ഒഴിവാക്കണം, നമ്മുടെ ബന്ധത്തിന് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ബന്ധങ്ങളാണ്, അതുകൊണ്ട് ആ കൂട്ടുകാരെ മൊത്തം നിങ്ങൾ നടക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഇണകളെ, മക്കളെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. തിരിച്ചൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മോശപ്പെട്ട കൂട്ടുകെട്ടിൽ പെടുന്ന മക്കളോട് നമ്മൾ പറയാറുണ്ട്, മോനെ, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല, ആ ബന്ധം നമുക്കത്ര ശരിയല്ല, അതുമായി കടന്നു പോകല്ലേ എന്ന് പറയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരൊഴികെ നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഭയം ഉള്ളിലുള്ള ആളുകളുമായിട്ടായിരിക്കണം സ്നേഹബന്ധം ആത്മാർത്ഥമായി നമുക്കുണ്ടാകേണ്ടത് എന്നാണ്. സ്നേഹം ചിലപ്പോൾ നമ്മുടെ മറ്റ് ബന്ധങ്ങളെ പോലും വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് അവിടെയൊക്കെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇല്ലൽ മുത്തഖീൻ എന്ന് പറഞ്ഞ ശേഷം യാ ഇബാദി, എന്റെ അടിമകളെ, അങ്ങനെ മുത്തഖീങ്ങളായി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട തഖ്വയുള്ള മനുഷ്യരെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്ന മനുഷ്യരെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ടി വരും. വല അൻതും തഹ്സനൂൻ, നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, നിങ്ങൾ ഹുസ്നിലാവുകയില്ല, നിങ്ങൾ പ്രയാസത്തിലാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ തഖ്വയുള്ള സൗഹൃദങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നിടത്ത് ഇഹപര ലോകം നമുക്ക് സുഖജീവിതത്തിലായിരിക്കും. നല്ല സൗഹൃദങ്ങളിൽ പെടുന്ന ആളുകളെ നിരന്തരമായ ആളുകൾ വിളിച്ചെന്ത് ചെയ്യൂല, ഉമ്മ വിളിക്കൂല, അതുപോലെ തന്നെ അവൻ അവിടെയാണ് ഉള്ളത്, അവൻ നല്ല ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് കരുതിയിട്ട് ഒരുപാട് വിളിച്ച് നമ്മളുമായി വർത്തമാനം പറയും. എന്നാൽ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടിൽ കുടുങ്ങിയ ഒരു സുഹൃത്തിനെ ആണെങ്കിലോ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കും, ഒന്ന് പെട്ടെന്ന് വരി, ഇവിടെ ഒന്ന് നിങ്ങൾ എത്തിയാലേ, അല്ലെങ്കിൽ നീ വന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ രക്ഷിതാക്കളായിത്തീരും. അപ്പൊ തഖ്വയുള്ള സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. യജിബു അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. എന്താ നിർബന്ധം? മനുഷ്യർക്കിടയിൽ നിന്ന് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് നിർബന്ധമാണ്. ഒരു പക്ഷി അതിന്റെ ഭക്ഷണം അത് തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് കാണാറുണ്ട്. ഒരു കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിനിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ലതിനെയാണ് അത് ആദ്യം കൊത്തുക, ആദ്യം കഴിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക. അതുപോലെ ഏതൊരു പക്ഷിയും അങ്ങനെ തന്നെയാണ്, അതിന് ഏറ്റവും നല്ലതായി തോന്നുന്നതിന് അതിന് തിരഞ്ഞെടുക്കും. അവിടെ ഒരു വിശ്വാസി, മുഅ്മിനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല സൗഹൃദങ്ങൾ, നല്ല കൂട്ടങ്ങളെ നമ്മൾ കൂട്ടുകാരായി വെക്കണമെന്ന്.
ഇതുപോലെ പക്ഷി തെരഞ്ഞെടുത്തതുപോലെ, പക്ഷി അതിന്റെ ഭക്ഷണം തെരഞ്ഞെടുത്തതുപോലെ, ഭക്ഷണം എന്തിനാ? ഭക്ഷണം കഴിക്കുന്നത് അവന് നല്ല അവസ്ഥ ഉണ്ടാകാനാണ്, നല്ല ശാരീരികമായ ഒരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആരോഗ്യം, ആ ജീവിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അതിന് ഏറ്റവും മനോഹരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സെലക്ട് ചെയ്യുന്ന, അവൻ തിരഞ്ഞെടുക്കുന്ന അവന്റെ സ്വദീഖ്, അവന്റെ ഖലീലായി നിൽക്കുന്ന വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയായിരിക്കണമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചു. പക്ഷി നല്ല ഭക്ഷണം ആദ്യം തിരഞ്ഞെടുത്തു കഴിച്ചു, അതിന് താഴെയായിരിക്കണം മറ്റു സൗഹൃദങ്ങൾ. അല്ലെ, ഏറ്റവും നല്ല ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ അവൻ നല്ലവനായിരിക്കണം, ഏറ്റവും നല്ലവനായിരിക്കണം. അതിന് താഴെ അങ്ങനെ സൗഹൃദങ്ങളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സൗഹൃദങ്ങളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. എന്റെ കൂട്ടുകാരൻ, അൽഹംദുലില്ലാഹ്, നമ്മൾ ആലോചിക്കുക, ഈ മുസല്ലയിലിരുന്ന്, ഈ പള്ളിയിലിരുന്ന് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്റെ സുഹൃത്ത് ആരാണ് എന്ന് പറയുന്നിടത്ത് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ആ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ലതും ചീത്തയും വന്നു ചേരുന്ന വഴികളുണ്ട്. അല്ലെ, ഒരുപാട് മോശപ്പെട്ട സൗഹൃദ ബന്ധങ്ങൾ നമ്മളെ തേടിയെത്തും. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ വഴിവിട്ട സൗഹൃദങ്ങളെ ആനന്ദമായി കാണുന്ന ആളുകളുണ്ട്. അല്ലെ, മോശപ്പെട്ട സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സോഷ്യൽ മീഡിയകൾ വഴി തന്നെ സൗഹൃദത്തിന്റെ വാതിലുകൾ യാതൊരു മറയുമില്ലാതെ കടന്നു വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരെ ഫ്രണ്ടായി കിട്ടിയാലും അക്സെപ്റ്റ് ചെയ്യും നമ്മൾ, ആരെ ആഡാക്കാൻ കിട്ടിയാലും നമ്മൾ ആഡ് ചെയ്ത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും എത്ര സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യ ബന്ധങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് ദുരുപയോഗത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ട് ആപ്പുകളുണ്ട്, സൗകര്യങ്ങൾ നിറഞ്ഞ ഫ്രണ്ട് ആപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള ആൺ സുഹൃത്തിനെ തിരഞ്ഞെടുക്കാം, ആരുമായി നമുക്ക് ഒരു മറയുമില്ലാതെ സംസാരിക്കാം. അയാൾ നമ്മളെ കാണൂല, നമ്മൾ അയാളെ കാണൂല. എത്രയോ മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് ഒരു മനുഷ്യന് കടന്നു പോകാൻ അതൊക്കെ തന്നെ മതിയായതാണ്. അങ്ങനെ സോഷ്യൽ മീഡിയകൾ വഴി കടന്നു വരുന്ന സൗഹൃദ ബന്ധങ്ങൾ എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയായ മകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ സൂക്ഷ്മതയോട് കൂടി കാണേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആൺ പെൺ സൗഹൃദങ്ങൾക്ക് അതിർവരമ്പുകളില്ലാത്ത കാലത്ത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു, വിശ്വാസികളായ ആളുകൾ അതും നിരോധിച്ചിരുന്നെങ്കിലെന്ന്. അത്രയും മോശപ്പെട്ട സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി കടന്നു വരുന്നു. ഫ്രണ്ട് ചാറ്റ് റൂമുകളുണ്ട്, അല്ലെ, തെറികൾ വിളിക്കുന്ന മോശപ്പെട്ട സംസ്കാരങ്ങളുള്ള, അള്ളാഹുവും റസൂലും വിരോധിച്ച കാര്യങ്ങൾ നടക്കുന്ന ഹറാമായ സംവിധാനങ്ങളുള്ള എത്രയോ മോശപ്പെട്ട സംവിധാനങ്ങൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ മൊബൈലുകളിൽ അമർത്തി നമ്മൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു പോകുന്ന രൂപത്തിൽ അത്രയും മോശപ്പെട്ട സംവിധാനങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഏറെ ഗൗരവത്തിൽ കണ്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടമാകും. കുട്ടികൾ ചെന്ന് കയറുന്നത് പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ അവൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടിയുള്ള സംവിധാനം വാപ്പ ഒരുക്കി കൊടുക്കണില്ല, ഉമ്മ ഒരുക്കി കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ വഴികളുണ്ട് എന്ന് ആരായുന്ന സംവിധാനത്തിലേക്ക് മീഡിയകൾ വഴി സമ്പാദ്യം നേടുന്ന അവസ്ഥയിലേക്ക് വാപ്പയും ഉമ്മയും തന്നില്ലെങ്കിലും എനിക്ക് സമ്പാദിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട് എന്ന് പറയുന്ന മക്കളെ നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. ഇത്തരം സൗഹൃദങ്ങൾ തേടി അവസാനം ലഹരിയിലും മോശപ്പെട്ട അവസ്ഥയിലും നമ്മുടെ മക്കളെ കാണേണ്ടി വരുന്ന ദാരുണമായ അവസ്ഥ സമൂഹത്തിൽ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ് എന്ന്, നമ്മൾ ആരുമായിട്ടൊക്കെയാണ് സൗഹൃദങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഖേദിക്കേണ്ടി വരും. നാളെ പരലോകത്ത് നമുക്ക് വിരൽ കഴിക്കേണ്ടി വരും. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ-ഇഖ്വാനു സിൻഫാനി, സഹോദരി ബന്ധം എന്നത്, സൗഹൃദ ബന്ധം എന്നത് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഇഖ്വാനു സിക്ക, രണ്ടാമത്തത് ഇഖ്വാനുൽ മുകാശിറ. എന്താണ് ഇഖ്വാനു സിക്ക എന്ന് പറഞ്ഞാൽ? കൽ കഫി വൽ ജനാഹി വൽ ലഹരി വൽ മാൽ. നമ്മുടെ സമ്പത്ത് പോലെ, നമ്മുടെ കുടുംബം പോലെ, ഒരു പക്ഷിക്ക് അതിന്റെ ചിറകുകൾ ഉള്ളതുപോലെ, കൽ കഫി നമ്മുടെ ശരീരത്തിലെ ഈ കൈകളുടെ അവസ്ഥകൾ പോലെ, ഈ കൈകളുള്ളതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവന്റെ സൗഹൃദങ്ങളിൽ അവന്റെ കൈ പോലെയും ഒരു പക്ഷിക്ക് ചിറകുള്ളതുപോലെയും അവന് നൽകുന്ന സമ്പത്തിന്റെ രൂപത്തിലാണെങ്കിൽ, കുടുംബ ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം ഉള്ളതുപോലെ അവനുമായി സഹകരിക്കുന്ന, അവനുമായി കൂട്ടുചേരുന്ന നല്ല സൗഹൃദങ്ങളെ സംബന്ധിച്ചാണ് ഇഖ്വാനു സിക്ക എന്ന് പറയുന്നത്. തമ്മിൽ തെറ്റാതെ ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ, അല്ലെ, ശരീരത്തിലെ അവയവങ്ങൾ നമ്മുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഇതിങ്ങനെ മാറും. നമ്മുടെ കൈകൾ അതിനനുസരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരും. അല്ലെ, നമ്മുടെ കുടുംബം നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും. അവന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം നമ്മളുമായി നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ
നമുക്ക് ആ പ്രയാസം മാറ്റിത്തരാൻ വേണ്ടി അവനത് ഉപകരിപ്പിക്കും. അങ്ങനെയുള്ള കൂട്ടുകാരായിരിക്കണം ഇഖ്വാനുസ് സിക്ക എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകൾ. 2 വൽ ഇഖ്വാനുൽ മുക്കാശിറ, അല്ലെ, കയ്യും മെയ്യും മറന്ന് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ നമ്മളെ പരിഗണിക്കുന്ന ആളുകളുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്. അത്തരം സുഹൃത്തുക്കൾ നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ടാമതായി പറഞ്ഞത് ഇഖ്വാനുൽ മുക്കാശിറ. എന്താ ഇഖ്വാനുൽ മുക്കാശിറ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് സൗകര്യങ്ങൾ കിട്ടുമ്പോൾ മാത്രം, അല്ലെ, നമ്മൾ നല്ല അവസ്ഥയിലുള്ള സമയങ്ങളിൽ മാത്രം നമ്മളുമായി ചങ്ങാത്തം വെച്ച് പുലർത്തുന്ന ആളുകൾ. അവനിപ്പോ നല്ല അവസ്ഥയിലാണ്, അവനുമായി കൂട്ടുചേർന്നാൽ ആ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന അവസ്ഥയിൽ മാത്രം സഹകരിക്കുന്നവർ, ഉറപ്പുള്ള സമയങ്ങളിൽ മാത്രം. എന്നാൽ നമുക്കൊരു പ്രയാസം വന്നാലോ, നമ്മൾ അവനൊന്ന് ഫോൺ എടുത്ത് വിളിച്ചാൽ അവൻ നമ്മളുമായി സഹകരിക്കൂല. എനിക്ക് ഇതിന്റെ സാമ്പത്തികമായൊരു പ്രയാസമുണ്ട് കേട്ടോ, എന്നെ ഒന്ന് ഇവിടെ വരെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഇന്ന യാത്രയിൽ വഴിമുട്ടി നിൽക്കുകയാണ്, പ്രയാസത്തിലാണ്, എന്നെ ഒന്നൊന്ന് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ നമുക്ക് സൗകര്യമുള്ള സമയത്ത് പോലും അവൻ ഓടിയെത്തൂല. അങ്ങനെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമ്മളുമായി ചങ്ങാത്തം വെച്ച് പുലർത്തും. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കൈയൊഴിയുന്ന ആളുകളായി അവർ മാറുമെന്നുള്ളത്. അപ്പൊ നമ്മുടെ കൈ അവർ ആകുകയില്ല പിന്നീട്, അല്ലെ, നമ്മുടെ കൈ അവർ പിടിക്കൂല, നമ്മുടെ ചിറകാവുകയില്ല, നമ്മുടെ കുടുംബക്കാരനാവൂല, അല്ലെ, നമുക്ക് അവന്റെ സമ്പത്ത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകൂല. ഇങ്ങനെയുള്ള ആളുകളും 2 രൂപത്തിലുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സൗഹൃദങ്ങൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഇഖ്വാനുസ് സിക്ക, 2 ഇഖ്വാനുൽ മുക്കാശിറ എന്ന് അദ്ദേഹം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇല്ലൽ മുത്തഖീൻ, ഒറ്റവാചകത്തിൽ ഉൾപ്പെടുത്തി, തഖ്വയുള്ളവരൊഴികെ, അല്ലാത്തവരെല്ലാം നാളെ പരലോകത്ത് ശത്രുക്കളായി വരുമെന്നാണ്. ഇസ്ലാമിക സമൂഹത്തിൽ സൗഹൃദങ്ങളെ 3 ആയി കാണാം. അൽ ഇഖ്വാനു സലാസ, 3 രൂപത്തിലുള്ള സഹോദര്യ ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. വാഹിദു കൽ വദാ, ഒന്ന് ഭക്ഷണം പോലെയാണ്, ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ചൊവ്വായി നിൽക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ അവസ്ഥക്കനുസരിച്ച് ഒരു ബുദ്ധിമാനായ ഒരു സുഹൃത്ത് നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഭക്ഷണം പോലെ, അല്ലെ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഭക്ഷണം കിട്ടും. അതുപോലെ ഉള്ള സൗഹൃദങ്ങൾ നമുക്ക് കാണാം. വസാനി വദ്ദവാ, രോഗം പോലെയുള്ള ആളുകൾ. എന്താ രോഗം പോലെയുള്ള ആളുകൾ? വിഡ്ഢിത്തങ്ങൾ ചെയ്തു വെച്ചിട്ട് അവസാനം നമ്മളെ അതിന് കൊടുക്കുന്ന ആളുകൾ, നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, അത്തരം സൗഹൃദങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. 3ാമത് പണ്ഡിതന്മാർ പറഞ്ഞു മരുന്നായി നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകളെയാണ് നമ്മൾ സുഹൃത്തുക്കളായി സ്വീകരിക്കും. അവനാണ് കയ്യസായ മനുഷ്യൻ, അക്കിയസായ, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. നമ്മളോടൊപ്പം ഒരു മരുന്നിനെ പോലെ ഉണ്ടാകുമെന്നാണ്. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഏതൊരു പ്രതിസന്ധിയിലും ഏത് പ്രയാസഘട്ടങ്ങളിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ സന്തത സഹചാരിയായി, അല്ലെ, ഏറ്റവും നല്ല സുഹബത്തുള്ള വ്യക്തിത്വമായി വിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, സ്വാഹിബാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ആരെക്കുറിച്ച്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്താ അങ്ങനെ സിദ്ദീഖ് എന്ന് പേര് നൽകുക എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും ഉൾക്കൊള്ളാൻ വിശാല മനസ്കരായിരുന്നു. അത്ര കണ്ട് സുഹബത്തുള്ള, അല്ലെ, അത്ര കണ്ട് ബന്ധമുള്ള, ഒന്നുകൂടെ ആലോചിക്കണമെന്ന് പറയാൻ പോലും മടിച്ചു നിൽക്കാതെ തുറന്നു പറയുന്നു റസൂലുള്ളാഹിയുടെ വാചകങ്ങൾ. അതെങ്ങനെയാണോ, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അത് ഞാനിതാ ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ മാത്രം ഉയർന്ന സ്വഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രയും പ്രവാചകന്റെ ദുഃഖങ്ങളിലും പ്രവാചകന്റെ സന്തോഷങ്ങളിലും പ്രവാചകനൊപ്പം സഞ്ചരിച്ചു. ഹിജ്റയുടെ വേളയിൽ തന്റെ സമ്പത്തും തന്റെ കുടുംബവും തന്റെ മഹാത്മ്യവും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം പോകാനുള്ള അവസ്ഥയുണ്ട് എന്നറിയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് കിട്ടുക എന്നത് അത്രയേറെ പ്രാധാന്യമായിരുന്നു അബൂബക്കറിന്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞുവെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും ഹദീസുകളിൽ. അത്രയും ഇഷ്ടമുള്ള, ഇണക്കമുള്ള നല്ല സ്വഹീബായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടായിരുന്നു. എന്തേ? നല്ല ബന്ധങ്ങളായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ നീണ്ടു നിന്ന ബന്ധം, പിന്നീട് അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായി മാറിയ ബന്ധം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മഖബറയായി, ഖബറായി റസൂലുള്ളാഹിയോട് കൂടെ ചേർന്ന് കിടക്കാൻ അള്ളാഹു നൽകിയ ആ മഹനീയമായ വ്യക്തിത്വം, അത്ര കണ്ട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി, അത്രയും റസൂലുള്ളാഹിയോട് സുഹബത്തുള്ള വ്യക്തിത്വങ്ങൾ. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ള സൗഹൃദങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് എന്റെ കൂട്ടുകാരൻ, ആരാണ് എന്റെ കൂട്ടുകാരി എന്നത് തിരിച്ചറിയുന്നിടത്ത് ഉയർന്ന മൂല്യങ്ങളുള്ള, അല്ലെ, നല്ല വ്യക്തികളായിരിക്കണം നമ്മുടെ
നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയാം. നല്ല ക്വാളിറ്റിയുള്ള അല്ലെ, നമ്മളൊരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ അതിന്റെ ക്വാളിറ്റി പരിശോധിക്കും, എത്ര കണ്ട് ഈട് നിൽക്കുമെന്ന് പരിശോധിക്കും, അതിന്റെ വില എന്താണ് എന്ന് നോക്കും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരു വസ്ത്രം പോലും നമ്മൾ സെലക്ട് ചെയ്യും. ഇതുപോലെ നമ്മുടെ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സൗഹൃദങ്ങളാണ് എന്ന് ഉറപ്പിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ തെറ്റായ സൗഹൃദങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. വഴിവിട്ട ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുവഴി നമുക്ക് ലഭിക്കുക നാശമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം, ഒരു അത്തർ കച്ചവടക്കാരനെ പോലെയാണ് ഒരു നല്ല സ്വാഹിബ് എന്നത്. അയാൾ അടുത്തു പോയാൽ ഇങ്ങനെ മണക്കും, അത്ര മണക്കും, അയാൾ അതൊന്ന് പുരട്ടിത്തരും. അതുപോലെയാകണം നല്ല സുഹൃത്തുക്കൾ. എന്നാൽ ഉലയിൽ ഊതുന്നവനെ പോലെ തെറ്റായ സുഹൃത്തിനെ തെരഞ്ഞെടുത്താൽ അത് നമുക്ക് പൊള്ളലേൽപ്പിക്കും. ആ ഉലയിൽ ഊതുന്ന മനുഷ്യന്റെ അടുത്ത് പോയി നിന്നാൽ അയാൾ ഇങ്ങനെ ഊതിപ്പറപ്പിക്കുമ്പോ നമ്മുടെ ഷർട്ടിനെ, നമ്മുടെ വസ്ത്രത്തിനെ അത് കരിച്ചു എന്ന് വരും, നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തെറ്റായ സൗഹൃദങ്ങളിലേക്ക് പോകാതെ നല്ല സുഹൃത്തുക്കളെ നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുത്തഖീങ്ങളാണ് എന്ന് പഠിപ്പിച്ച സൗഹൃദങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين أما بعد أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാം സാമൂഹികമായ ദർശനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദർശനമാണ് എന്ന് നമ്മൾ വിശ്വാസികളായ ഓരോരുത്തരും തിരിച്ചറിയണം. കപടമായ സൗഹൃദങ്ങളെ നമ്മൾ കരുതലോടുകൂടി, നിഫാഖുള്ള സൗഹൃദങ്ങളെ കരുതലോടുകൂടി തന്നെ കണ്ടുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്ന്. വിശ്വാസികളുടെ ഐക്യം എന്നത് അവരുടെ കൽബംഗങ്ങളിലാണ്, അവരുടെ ഹൃദയങ്ങളിലാണ്. അല്ലെ, നല്ല ബന്ധങ്ങൾ എന്നത് അത് ഉറപ്പിക്കപ്പെടുന്നത് അവരുടെ ഹൃദയബന്ധങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സൗഹൃദ ബന്ധങ്ങളെ കൊണ്ടുവരുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മുനാഫിക്കുകളായ ആളുകൾ വന്ന് പറയുന്ന വാചകങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ മുനാഫിഖൂൻ നമുക്ക് കാണാം. ഇദാ ജാഅകൽ മുനാഫിഖൂൻ ഖാലു നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിക്കുകളായ ആളുകൾ റസൂലിന്റെ അരികിൽ വരും, റസൂലേ, ഞങ്ങൾ അങ്ങയിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, താങ്കളാണ് റസൂൽ എന്ന് ഞങ്ങൾ ഇതാ വിശ്വസിക്കുന്നു. നഷ്ഹദു എന്നാ പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികളാണ് എന്നാ പറഞ്ഞത്. ഇന്നക ലറസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലാണ് താങ്കളെന്ന്. അള്ളാഹ് പറയുകയാണ്, വല്ലാഹു യഷ്ഹദു ഇന്നക ലറസൂലുഹു, അള്ളാഹു സാക്ഷിയാണ് പ്രവാചക, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന കാര്യത്തിൽ അള്ളാഹു സാക്ഷിയാണ്. എന്നാൽ വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യത്തിനും കൂടെ സാക്ഷിയാണ്. ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, തീർച്ചയായും കപട വിശ്വാസികൾ അവർ നുണ പറയുന്ന ആളുകളാണ്, കപടന്മാരാണ്. വെറുതെ പറയാണ് റസൂലേ താങ്കളിൽ വിശ്വസിക്കുന്നുവെന്ന്, താങ്കൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർ വെറുതെ പറയുകയാണ്. അവർ നിഫാഖുള്ള മനുഷ്യന്മാരാണ്, കപടതയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർ വിശ്വസിക്കാൻ പാടില്ല എന്ന്. ആത്മീയ ഐക്യം എന്നത് അത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും മനോഹരമായ ഐക്യമാണ്. അതായത് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. മറിച്ച് വോട്ടിന് വേണ്ടി, നോട്ടിന് വേണ്ടി, മറ്റു നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളുമായി ബന്ധം പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ബന്ധങ്ങളാകാൻ പാടില്ല. അങ്ങനെയുള്ള കൂട്ടങ്ങളുമായി നമ്മൾ കൂടുമ്പോ ആ കപട സ്നേഹത്തെ ഏതൊരു മനുഷ്യനും തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. അല്ലഹദു വൽ അതാ, കൊടുക്കലും വാങ്ങലുകളും അത് നമുക്ക് തണലായി മാറണം നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലുള്ള. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം ബന്ധമുള്ള ആളുകളായി മാറാതെ, മറിച്ച് ആവശ്യമുള്ളപ്പോൾ സഹകരിക്കുന്ന, നമ്മളുമായി ബന്ധങ്ങളുള്ള നല്ല ബന്ധങ്ങളുമായി നമ്മുടെ അല്ലഹദു വൽ അതാ, കൊടുക്കൽ വാങ്ങലുകൾ നടത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ അലാഖ, നല്ല സാമീപ്യം ഉണ്ടാകണം സൗഹൃദങ്ങൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ. നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഹൽ യുഹിബ്ബു അൻ യസ്തമിഅ ഇലൈക്, നിന്റെ കൂട്ടുകാരൻ നിന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാകണം. ഇങ്ങനെ സാഗൂതം ശ്രവിച്ചിരിക്കുന്ന മനുഷ്യരായി നിന്റെ സുഹൃത്തുക്കൾ മാറണം. നിന്നെ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടണമെന്നാണ്. അൽ യുഹിബ്ബു അൻ യസ്തമിഅ ഇലൈക്, നിന്നെ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ അവർ നിന്റെ സുഹൃത്തുക്കളാൻ. ഹൽ യൻഷുറുൽ അഅമാല സ്വാലിഹ, നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ, നീ ചെയ്യുന്ന നല്ല വർത്തമാനങ്ങൾ, നല്ല സംസ്കാരങ്ങൾ, നീ കൊണ്ടു നടക്കുന്ന ജീവിതത്തിലെ ശൈലികൾ, ആ നന്മകളെല്ലാം
ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ അയാൾ ഇഷ്ടപ്പെടുന്നവനാകണം. നമ്മൾ നല്ല കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നവനല്ല, മറിച്ച് നമ്മുടേതായ നല്ല കാര്യങ്ങൾ, സ്വാലിഹായി ചെയ്യുന്ന കാര്യങ്ങളെ അയാളെ കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന മനുഷ്യനാകണം നിന്റെ സുഹൃത്ത്. അല്ല നമ്മൾ മാറുമ്പോൾ നമ്മളെ കുറിച്ച് മോശം പറയുക, വർത്തമാനങ്ങൾ പറയുക, നമ്മളെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാക്കുന്ന ആളുകളല്ല നമ്മുടെ സുഹൃത്തുക്കളെന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു. നമ്മളോടൊപ്പം ഇരിക്കുമ്പോ, അല്ലെ എന്റെ സുഹൃത്ത് എന്നോടൊപ്പം ഇരിക്കുമ്പോ അയാൾക്ക് നല്ല റാഹത്തുണ്ടാകണം, നല്ല ആശ്വാസം ഉണ്ടാകണം. അയാളെ വർത്താനം കേൾക്കാൻ തന്നെ ഒരു ചൊറയാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ മാറാൻ പാടില്ല. അല്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സംസാരം നമ്മുടെ സദസ്സുകളിൽ ഇരിക്കുമ്പോ നമ്മളുമായി ഇരിക്കുന്ന സമയത്ത് നല്ല റാഹത്തുള്ള അവസ്ഥയിലായിത്തീരുന്നുണ്ടോ എങ്കിൽ അവൻ നിന്റെ സുഹൃത്താണ്. വീണ്ടും പറഞ്ഞു വെച്ചു, നിന്റെ ഹൃദയത്തിൽ സന്തോഷം നിറക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അത് ചിലപ്പോൾ ഒരു ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ ഒരു വെള്ളം നൽകിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വാചകം കൊണ്ടായിരിക്കാം. അങ്ങനെ നിന്റെ മനസ്സിന് ഏറ്റവും ആശ്വാസം നൽകുന്ന അവസ്ഥയിൽ, ഒരു വാചകം പറയുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം നിറയുന്ന ഒരു ഭക്ഷണം നൽകുന്ന ഒരവസ്ഥയിൽ, ഏതുമാകട്ടെ, ഏത് രൂപത്തിലാണോ അയാൾക്ക് നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയണത്, ആ രൂപത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നവരാകണം നിന്റെ സുഹൃത്ത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയാണോ നമ്മൾ പരിശോധിക്കണം. അല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സുഹൃത്തുക്കളുമായി ഏത് രൂപത്തിലുള്ളവരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് അത്രയേറെ വിശാലമാണ്. ഒരു വിശ്വാസിക്ക് എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മൗഇദത്തുകൾ നൽകുന്നവനാണ്. അവൻ ഇങ്ങനെ സതുപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. അത്തരം ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഏറ്റവും മഹനീയമായ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ മുന്നേറുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രവാചകനിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം പാനം ചെയ്യുന്ന ആളുകൾ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹു ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അവർക്കെല്ലാം നീ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുവേ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ മുക്തി നൽകണം. റഹ്മാനെ, നീ സംരക്ഷണം നൽകണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأضل الشرك والمشركين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.